നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഗോവയിലെ വിവിധ മലയാളി അസോസിയേഷനുകൾ സംഘടിപ്പിക്കുന്ന ഓണാഘോഷങ്ങൾ സെപ്റ്റംബർ 14 മുതൽ നവംബർ 9 വരെ. വിവിധ മലയാളി അസോസിയേഷനുകൾ സംഘടിപ്പിക്കുന്ന ഓണാഘോഷങ്ങൾ സെപ്റ്റംബർ 14 മുതൽ നവംബർ 9 വരെ വിവിധ സ്ഥലങ്ങളിൽ നടക്കും. സെപ്റ്റംബർ 14 ബീച്ചോളമിലെ കൽപ്പക കൾച്ചറൽ അസോസിയേഷനാണ് ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് സെപ്റ്റംബർ 21 കൈരളി കൾച്ചറൽ അസോസിയേഷൻ സങ്കോൾഡയിലെ ശ്രീ ശാന്താദുർഗ ടെമ്പിളിലെ മൾട്ടിപർപ്പസ് ഹാളിൽ ഓണാഘോഷം സംഘടിപ്പിക്കും. സെപ്റ്റംബർ 28 കേരള കലാകേന്ദ്രം മഡ്ഗാവ്, കേരള സമാജം വാസ്കോ, കേരള സംഗമം പനജി എന്നീ 3 സംഘടനകൾ ഓണാഘോഷം സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 5 പ്രോഗ്രസീവ് ആർട്സ് ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ കുർച്ചോറിം, ഒക്ടോബർ 12 ഗോവ മലയാളി കൾച്ചറൽ അസോസിയേഷൻ പോണ്ട എന്നിവിടങ്ങളിലാണ് ഓണാഘോഷങ്ങൾക്ക് വേദിയാകുന്നത്. നവംബർ 9 കേരള സമാജം പനാജി, കേരള സംഗമം മഡ്ഗാവ് എന്നിവിടങ്ങളിലും ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കും. 12 വയസ്സുകാരൻ ഗോവയിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. ഗോവയിലെ സാങ്കോലിലെ സുവാരി നഗറിൽ 12 വയസ്സുകാരനായ മുസ്താഖ് അഹമ്മദ് സുരനാഗി എന്ന ബാലൻ ഫ്രിഡ്ജിനടിയിൽ ഉരുണ്ടുപോയ പന്തെടുക്കാൻ ശ്രമിക്കവേ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. ലൈവ് വയറിൽ തൊട്ടതിനാൽ തൽക്ഷണം കുട്ടി കുഴഞ്ഞു വീണു. ഉടനെ തന്നെ കൻസോളിം പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്ക് കൊണ്ടുപോയെങ്കിലും കുട്ടി മരിച്ചിരുന്നു. വെർണ പോലീസ് പഞ്ചനാമം നടത്തി മൃതദേഹം മഡ്ഗാവിലെ സൗത്ത് ഗോവ ജില്ലാ ആശുപത്രിയിൽ മെഡിക്കോ ലീഗൽ നടപടികൾ കൈമാറ്റി. ഭാരതീയ ന്യായ സംഹിതയുടെ 194 വകുപ്പ് പ്രകാരം അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. PSI രാജ്ദത്ത് അർസേക്കർ, PI ആനന്ദ് ശിരോദ്കർ എന്നിവരുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുന്നു. ഗോവയിൽ 9-10 ക്ലാസുകളിലെ ഡ്രോപ്പ് ഔട്ട് വർധനവ്, SHBR രജിസ്ട്രേഷൻ കുറവ്. ഗോവയിൽ 9-10 ക്ലാസുകളിലെ കൊഴിഞ്ഞുപോക്ക് നിരക്ക് 2024-25 8.1% ഉയർന്നു. ഇത് ദേശീയ ശരാശരിയായ 8.2% അടുത്താണ്. 2023-24 ഇത് 7.8% ആൺകുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട് പെൺകുട്ടികളെ അപേക്ഷിച്ച് ഉയർന്നതാണ്. അതേസമയം 29% സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ 2025-26 സ്വച്ഛേവം ഹരിത് വിദ്യാലയ റേറ്റിംഗ് രജിസ്ട്രേഷന് ഓഗസ്റ്റ് 31 സമയപരിധിക്കുള്ളിൽ പരാജയപ്പെട്ടു. 1055 രജിസ്റ്റർ ചെയ്ത സ്കൂളുകളിൽ 104 എണ്ണം മാത്രമാണ് ശുചിത്വവും പരിസ്ഥിതി സൗഹൃദവുമായ സ്കൂൾ പരിസരത്തിനുള്ള സർവേ പൂർത്തിയാക്കിയത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സെപ്റ്റംബർ 30 രജിസ്ട്രേഷനും സർവേയും പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചു. പ്രിപ്പറേറ്ററി, മിഡിൽ തലങ്ങളിലെ കൊഴിഞ്ഞുപോകൽ നിരക്കും കുറഞ്ഞു. പ്രിപ്പറേറ്ററിയിൽ നിന്ന് മിഡിൽ ഘട്ടത്തിലേക്കുള്ള മാറ്റം 98.6%. ഗോവയിൽ മലയാളി ബലാത്സംഗ കേസിൽ കുറ്റവിമുക്തനായി. ഗോവയിലെ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് തെളിവുകളുടെ അഭാവത്തിൽ മലയാളിയായ സുമേഷ് പെഴുത്തുമുട്ടിൽ അബ്രഹാമിനെ ബലാത്സംഗ കേസിൽ കുറ്റവിമുക്തനാക്കിയത്. 2021 ഒക്ടോബർ 19 ബാർദേസിലെ റെയിൽവേ സ്റ്റേഷന് സമീപം നടന്നതായി ആരോപിക്കപ്പെട്ട സംഭവത്തിന്റെ പരാതി 1 മാസത്തിനു ശേഷം നവംബർ 24 ഫയൽ ചെയ്തത്. പരാതിക്കാരൻ തന്നെ തെറ്റായി കുടുക്കിയതാണെന്ന് പ്രതി വാദിച്ചു. പരാതിക്കാരനെ വിസ്തരിക്കാതിരുന്നതും പരാതി രജിസ്റ്റർ ചെയ്യുന്നതിലെ കാലതാമസവും കോടതി ശ്രദ്ധിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ബാർ ഉടമയുടെ മകന്റെയും മൊഴികൾക്കപ്പുറം നേരിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരുന്നില്ല. പ്രതിയുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള സംശയം ഉളവാക്കിയതിനാൽ കോടതി എബ്രഹാമിന് സംശയത്തിന്റെ ആനുകൂല്യം നൽകി. അപ്പീൽ സാധ്യതയ്ക്കായി 6 മാസത്തേക്ക് ബെയിൽ ബോർഡ് നിലനിർത്തി. ഗോവയിൽ സെപ്റ്റംബർ 6 വരെ യെല്ലോ അലർട്ട്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഈ മൺസൂൺ കാലത്ത് ഗോവയിൽ 113.3 ഇഞ്ച് മഴ ലഭിച്ചു. ഇത് സാധാരണ ലഭിക്കുന്നതിൽ നിന്നും 7% കൂടുതലാണ്. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ സംസ്ഥാനത്ത് 100 ഇഞ്ച് മഴ കവിഞ്ഞു. ജൂലൈ 3 ഓഗസ്റ്റ് 28 ഏറ്റവും ഉയർന്ന ഒറ്റദിന മഴ ലഭിച്ചു. സെപ്റ്റംബർ 6 വരെ ഗോവയിൽ കനത്ത മഴയ്ക്ക് IMD യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു. ഗോവയിലെ മത്സ്യത്തൊഴിലാളികൾ EEZ മത്സ്യബന്ധന നിയമങ്ങൾക്കെതിരെ ദേശവ്യാപക പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഫിഷ് വർക്കേഴ്സിന്റെ കീഴിൽ ഗോവയിലെ ചെറുകിട മത്സ്യത്തൊഴിലാളികൾ 2025 എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ മത്സ്യബന്ധന നിയമങ്ങൾക്കെതിരെ ദേശവ്യാപക പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. പരമ്പരാഗത മത്സ്യബന്ധന താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിയമങ്ങൾ പരാജയപ്പെടുകയും പാർലമെന്റിന്റെ മേൽനോട്ടം ഒഴിവാക്കുകയും ചെയ്യുന്നുവെന്ന് അവർ വാദിക്കുന്നു. EEZ മത്സ്യബന്ധനത്തിന് പ്രത്യേക നിയമം, ചെറിയ ബോട്ടുകൾക്ക് 50 കിലോമീറ്റർ എക്സ്ക്ലൂസീവ് സോൺ, ബോട്ടം ട്രോളിംഗ് പോലുള്ള വിനാശകരമായ രീതികൾക്ക് വിലക്ക് എന്നിവ ഫെഡറേഷൻ ആവശ്യപ്പെടുന്നു. 30 ദിവസത്തെ കുറഞ്ഞ കൺസൾട്ടേഷൻ കാലയളവിനെയും 24 മീറ്ററിൽ താഴെയുള്ള ബോട്ടുകളെ ഒഴിവാക്കിയതിനെയും വിമർശിക്കുന്നു. ഗോവ യൂണിറ്റ് മത്സ്യബന്ധന മന്ത്രാലയത്തിന് എതിർപ്പുകൾ സമർപ്പിച്ചു. ന്യായമായ ശിക്ഷകളും ചെറുകിട മത്സ്യത്തൊഴിലാളികളുടെ പ്രാതിനിധ്യവും ആവശ്യപ്പെട്ടു.
നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.